അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ല? അൽഹംദുലില്ലാ നമുക്ക് സുഖം തന്നെ കേട്ടോ, നമ്മൾ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ കുറേ ആയില്ലേ ഇന്നുവിനെ വീഡിയോയിൽ കാണിക്കായിട്ട് പരിഭവം പറയുന്നത് കുറേ കമൻസെല്ലാം ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഇന്നുവിനെ നാട്ടിൽ വന്നിട്ട് വീഡിയോയിൽ അങ്ങനെയൊന്നും കാണിക്കാതെ എന്നുള്ളത്. അപ്പോൾ വേറൊന്നുമല്ല, ഇതന്നെ അവസ്ഥ. പനി, ജലദോഷം, ഇങ്ങനെ ഇടയ്ക്കിടെ അസുഖം വരുത്ത്. അപ്പോൾ എന്താണെന്നറിയില്ല കേട്ടോ, അവൾക്ക് മൊത്തത്തിൽ ഇവിടുത്തെ ക്ലൈമറ്റ് സെറ്റാവുന്നേ ഇല്ല. കാരണം പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഒട്ടും സെറ്റാകുന്നില്ല. അതാണ് ഇത് പ്രശ്നം. ഇപ്പം ഞാൻ 1.5 മാസമല്ലേ ഏതാണ്ട് നമ്മൾ നാട്ടിൽ വന്നിട്ട് ആയത്. ഈ 1.5 മാസം സത്യം പറയാം, എല്ലാ വീക്കും ഡോക്ടറെ അടുത്ത് പോക്കന്നെ കേട്ടോ പരിപാടി. ഇതുപോലെ കുറേ മരുന്ന് കൊണ്ടുവരും, കുടിക്കും, കൊടുക്കും, ഇതന്നെ. എന്താ വെച്ചാൽ ഡോക്ടർ പറഞ്ഞ് വേറൊന്നും കൊണ്ടല്ല, അവൾക്ക് അങ്ങനെ വന്നിട്ടുള്ള ആ ഒരു ക്ലൈമറ്റ് ചില കുട്ടികൾക്ക് അങ്ങനെ സെറ്റാവാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ആൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് വരുന്നത്. ആർക്കെങ്കിലും വന്നാലും എല്ലാം പെട്ടെന്ന് വരും കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ വേറെ ഇതായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല, അവൾക്ക് ഇതന്നെ ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണ്. അത് ചില കുട്ടികൾക്ക് അങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ ചിലപ്പോൾ പിടിക്കാതെ പോലത്തെ ഇതാവുമല്ലോ, പിന്നെ ചെറുതുമല്ലോ അവൾ. അപ്പോൾ അതുകൊണ്ടാണ് നട്ടാ പറഞ്ഞത്. അതാണ് ഇന്നുവിനെ വീഡിയോസിലൊന്നും ഇപ്പം നമ്മൾ കാണിക്കാതെ. അപ്പോൾ എന്താണെന്ന് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ ഇന്നുവിൻ്റെ സുഖവിവരം ചോദിച്ചിട്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് 3-4 ദിവസം മുന്നേ വെച്ച വീഡിയോനെ. അപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നുവിന് അൽഹംദുലില്ലാ ഒരു പ്രശ്നവും ഇല്ല. ചെറുതായിട്ട് ജലദോഷം ഉണ്ട് കേട്ടോ, നല്ല ചുമയും ജലദോഷവും കാര്യമെല്ലാം ഉണ്ട്. പനി അൽഹംദുലില്ലാ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ വേറെ എന്താണ്, അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇന്നുവിനെ. അതുകൊണ്ടൊന്ന് വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഓളാണെങ്കിൽ അത്രയല്ലേ ഉള്ളൂ, ആകപ്പാടെ ഉഷാറും കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ മൊത്തത്തിൽ പനിയെല്ലാം വരുമ്പോൾ ഫുള്ളായിട്ട് അങ്ങ് സൈഡാവും. അപ്പോൾ പിന്നെ വീഡിയോയിലൊന്നും കാണിക്കാൻ, ഇപ്പം നമുക്ക് മക്കൾക്ക് അസുഖം വന്നാൽ നമ്മളും മൊത്തത്തിലൊന്ന് സൈഡാവില്ലേ, ഒരു ഉഷാറുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വ്ളോഗും കാര്യവും ഞാൻ കൂടുതൽ എടുത്തിട്ട് ഓളെയൊന്നും കാണിക്കാണ്ട് നിന്ന്. ഇൻഷാ അല്ലാ അവൾ മൊത്തത്തിലൊന്ന് ഓക്കെ ആയിക്കാൻ എന്തായാലും ഞാൻ വ്ളോഗെല്ലാം എടുക്കുന്നുണ്ട്, വ്ളോഗിലെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ ആരെങ്കിലും ഗൾഫിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടെ ഈ അസുഖം വരുന്നുണ്ടോയെന്നോ എങ്ങനെ അത് മാറി എന്നെല്ലാം ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ്, നമ്മൾ 3 മാസം അങ്ങാനല്ലേ നാട്ടിൽ നിന്നത്. അതോ 3 മാസം എല്ലാ ആഴ്ചയും പോകണം ഡോക്ടറെ അടുത്ത്. എന്നിട്ട് ഇങ്ങനെ മരുന്ന് കഴിക്കുക. കാരണം മരുന്ന് കൊടുക്കാണ്ട് കുറേയെല്ലാം ഞാൻ ഇങ്ങനെ നോക്കും, ആവി പിടിപ്പിച്ചിട്ടും അങ്ങനെയല്ല, പക്ഷെ സെറ്റാവുകയില്ല. അപ്പോൾ പിന്നെ ചെറിയ കുട്ടികളല്ല, അവർക്ക് ഉള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഞാൻ എന്താക്കും, പിന്നെയും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് കാണിക്കും, മരുന്ന് മേടിക്കും, ഇതന്നെ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നുവിൻ്റെ വിശേഷം. പിന്നെ ഇതന്നെ മെയിനായിട്ടുള്ള ടയർഡ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒട്ടും ഫുഡ് കഴിക്കില്ല. ഈ പനി വരുന്ന ടൈമിൽ ഒട്ടും കഴിക്കാൻ കഴിയില്ല. ഇപ്പം നമുക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അതാണ് മൊത്തത്തിലോട് സൈഡായി പോകുന്നത്. ഇൻഷാ അല്ലാ അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാം മാറട്ടെ, എന്നിട്ടുള്ള വീഡിയോസിലൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു അൺബോക്സിങ് നോക്കാം. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ഹിജാബ്സ് ഗിഫ്റ്റായിട്ട് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടേനും. അപ്പോൾ ഇത് അയച്ചു തന്നിട്ടുള്ളത് നൂർ ഹിജാബ്സ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അവരുടെ തന്നെ ഇൻസ്റ്റാ പേജും ഉണ്ട്. അതിൻ്റെ ഒക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ, ഡീറ്റെയിൽസ്. അപ്പോൾ ഒന്നും പറയാനില്ല, എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ. ശരിക്കും നല്ല ഭംഗിയുണ്ടേനും കാണാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ 5 ഹിജാബ്സാണ് അവർ അയച്ചു തന്നിട്ടില്ല. 5ഉം 5 ടൈപ്പാണ് കേട്ടോ. ഇതൊരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് വൺ കാണിച്ചത് ഒരു ബ്ലൂ കളറിൽ ചെറിയൊരു സീക്വൻസ് വർക്കും കാര്യങ്ങളായിട്ട്, അതൊക്കെ ഇപ്പോൾ ട്രെൻഡാണല്ലോ. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഒരു ക്രിങ്കിൾഡ് ടൈപ്പാണ് കേട്ടോ. അറ്റത്ത് ഇതുപോലെ ചെണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ, എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഈ ഒരു ഹാങ്ങിങ് പോർഷൻ ഇല്ലേ, അത് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കഴിച്ചിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത് ഇവരുടെ മെറ്റീരിയലാണ് കേട്ടോ. എനിക്കിപ്പോൾ അയച്ചു തന്നിട്ടുള്ള എല്ലാ ഐറ്റംസിൻ്റെ മെറ്റീരിയൽ പക്ക പെർഫെക്റ്റ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമുക്ക് തലയിൽ ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ നിൽക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ അതല്ലേ നല്ലത്, അതാകുമ്പോൾ കൂടുതൽ പിന്നിൻ്റെ യൂസേജും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഇതൊക്കെ വന്നിട്ട് ഷിഫോണിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ വേറൊരു കാര്യം എന്താ എടുത്ത് പറയേണ്ടതെന്ന്, ഇവരുടെ ഹിജാബ്സൊക്കെ ഭയങ്കര വലുപ്പമുള്ള സൈസാണ് കേട്ടോ. നല്ല വീതിയും നീളവും ഒക്കെ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. കാരണം കുറേ ആൾക്കാർ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ചില ഹിജാബ്സ് നമുക്ക് ഇടാൻ പറ്റാതെ അവസ്ഥയില്ല. കാരണം ചിലപ്പോൾ കുത്തി നോക്കുന്ന സമയത്ത് ഫ്രണ്ടൊന്നും കവറാവാത്ത രീതിക്ക്. പക്ഷേ ഇവരുടെ താഴെ ഒരു ടെൻഷൻ വേണ്ട കേട്ടോ, എല്ലാം നല്ല വലുപ്പമുള്ള സൈസ് ഹിജാബ്സാണ്. പിന്നെ ഞാനിതാ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ ഇത്. നിങ്ങളെപ്പോഴും ഞാൻ ഈ ഒരു ഹാൻഡ് സ്ലീവ് ഇടുന്ന ടൈം ചോദിക്കില്ലേ ഞാൻ എവിടുന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്. അപ്പോൾ ഇതാ ഇനി നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, നൂർ ഹിജാബ്സിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഹാൻഡ് സ്ലീവ് ഒക്കെ ഉണ്ട് അവരുടെ, നല്ല നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ.
അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കിച്ചണിലേക്ക് വരുന്ന ടൈമിൽ ഇതാണ് കേട്ടോ അവസ്ഥ. ഞാനിന്ന് വേഗം ഉമ്മാമ ഇന്ന് നല്ല കിട്ടിലും പോലത്തെ കേങ്ങ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ മത്തിയിട്ടിട്ട് നമ്മൾ കേങ്ങ് വരുമല്ലോ. അപ്പോൾ ഉമ്മാമൻ്റെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉമ്മാമോട് പറഞ്ഞു ഞാൻ വേഗം അൺബോക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്നത് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ വന്ന് നോക്കുമ്പോൾ കിച്ചണിൽ ഇതാണ് കേട്ടോ അവസ്ഥ. നമ്മളെ ഫ്രിഡ്ജ് ചെറുതായിട്ടൊന്ന് പണി തന്നിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ സാംസങ്ങിൻ്റെ കമ്പനിയിൽ വിളിച്ചിട്ട് അവർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതിന്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഫ്രീസർ വർക്കാവുന്നുണ്ട്, താഴെ വർക്കാവുന്നില്ല. അപ്പോൾ എന്തോ സെൻസറോ മറ്റങ്ങനെ പോയത്, അതിനി വരുമ്പോൾ അത് എടുത്തിട്ട് വരാമെന്നെല്ലാം പറഞ്ഞു നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നം നമുക്കിനി പരിഹരിക്കണം. പിന്നെ വേറെ എന്താണ്, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉമ്മാമൻ്റെ കിടിലൻ ഐറ്റം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഉമ്മാമ അതിൻ്റെ പരിപാടി വേഗം തന്നെ തുടങ്ങിയാണ് കേട്ടോ. കേങ്ങ് നമ്മൾ മത്തിയിട്ടിട്ട് വരയുമല്ലോ. അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കുന്നതിനായിരിക്കും ഓരോരോ രീതി. അപ്പോൾ നമ്മളെ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഭയങ്കര ടേസ്റ്റായിട്ട് ഇത്. ശരിക്കും ഇതിൻ്റെ അടുത്ത് എനിക്ക് ഒന്ന് ബീഫ് ഇട്ട് വെച്ചാലൊന്നും ഈ ഒരു കേങ്ങും മത്തി ആ ഒരു കോംബോ ആവില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കേങ്ങ് തൊലിയെല്ലാം കളഞ്ഞിതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ കഴുകിയിട്ട് നമ്മൾ ചെറുതായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുമല്ലോ, ആ ഒരു രീതിക്ക് ചെയ്യണം. അപ്പോൾ ഇതാ ഉമ്മാമ ഇതുപോലെ കട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഞാനും ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കേങ്ങ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് പച്ച എടുത്തിട്ട് തിന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ, ഭയങ്കര ടേസ്റ്റ്. പക്ഷെ അങ്ങനെ തിന്നരുതെന്ന് പറയുന്ന എല്ലാവരും, അറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇടയ്ക്കിടെ ഒന്നിട്ടൊരു വായിൽ കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മാമ ഇതാ കേങ്ങെല്ലാം കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ കേങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് കഴുകിയെടുക്കണേ. എന്നിട്ട് ഇതുപോലെ കുക്കറിലിട്ടിട്ടാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് റെഡി ആവുമല്ലോ. നമ്മളത് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റായി കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നല്ല, ഒന്നാമതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജ് നന്നാക്കാൻ ആൾ വന്നിനേനു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റെഡിയാക്കുമ്പോഴത്തേക്ക് നല്ലപോലെ ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഉമ്മാമ പറഞ്ഞ് പെട്ടെന്ന് കുക്കറിലിട്ടിട്ട് പണിയാക്കാന്നുള്ളത്. അപ്പോൾ ഇതാ ഇനി കുക്കറിലേക്ക് കേങ്ങ് ഇട്ടിട്ട് അതിലേക്ക് മുങ്ങുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് മാത്രം ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല, വെന്ത് കഴിഞ്ഞാൽ വെള്ളം അങ്ങ് അരിച്ചൊഴിച്ചാൽ മതി കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. അഥവാ നിങ്ങൾ കുക്കറിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സമയമെല്ലാം കുറേ ഉണ്ട് എന്നുണ്ടെങ്കിൽ നോർമലി ഗ്യാസ് സ്റ്റോപ്പിൽ മറ്റങ്ങനെ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് ഇതാ ഉമ്മാമ ഇതുപോലെ കുക്കറൊക്കെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉമ്മാമ പറഞ്ഞത് ഇത് വേഗം വേവ് ഒരു 3 വിസിൽ അങ്ങനെ വേണ്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഇത് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ കേങ്ങ അടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചെറിയൊരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിൽ തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും കറക്റ്റ് ഒരു അളവ് ഞാൻ പറയുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ കേങ്ങെല്ലാം അത്രമാത്രം എടുക്കുമെന്നല്ല, നമ്മളിപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. എന്നിട്ട് ഉമ്മാമ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ജീരകവും കൂടി ചേർക്കണം. അപ്പോൾ തേങ്ങ ഒന്ന് ഇതും കൂടി ഒന്ന് അരഞ്ഞിട്ട് ശേഷം ഒന്ന് ജീരകം ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയെ, ഓവർ അങ്ങനെ അരയാൻ പാടില്ല, അപ്പോൾ വേറെ തന്നെ ഒരു ഫ്ലേവർ ആയിപ്പോവും. അതുകൊണ്ട് അപ്പോൾ ഇത് ഉമ്മാമ ഇത് ഇടുന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് ഉമ്മാമ ഫസ്റ്റ് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2-3 ടീസ്പൂണ് ജീരകം, വലിയ ജീരകം ഫെന്നൽ സീഡ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ ഫ്ലേവർ നോക്കിയിട്ട് ചേർത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. ജീരകം ചേർത്തതിന് ഓവർ അങ്ങനെ അരക്കണ്ട, അപ്പോൾ ടേസ്റ്റ് ആകപ്പാട് മാറിപ്പോവും. അതുപോലെ തന്നെ തേങ്ങ അരക്കുമ്പോൾ ഭയങ്കര ഫൈനായിട്ട് നമ്മൾ മീൻ കറിക്ക് അരക്കുമല്ലോ, ആ ഒരു രീതിക്ക് അരക്കണ്ട കേട്ടോ. അതിൻ്റെ ഒരു തൊട്ട് മുന്നിലത്തെ സ്റ്റെപ്പ് അത് ചെറുങ്ങനെ ഒരു ഇതായിട്ട് അങ്ങനെ അരച്ചെടുത്താൽ മതിയേ. അതുപോലെ തന്നെ ഓവർ വെള്ളമായി പോയി എന്ന് വെച്ചിട്ട് വലിയ ടെൻഷനൊന്നുമില്ല, വെള്ളം കുറച്ചിട്ട് അരക്കുന്നതാണ് കൂടുതൽ നല്ലത്. വെള്ളം ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നമുക്കിത് കേങ്ങ് വറ്റിച്ചെടുക്കാനും സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ആ ഒരു ടൈമിൽ നമ്മളെ കേങ്ങെല്ലാം ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ല ഇങ്ങനെ മഞ്ഞൾ കളറായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇതിലുള്ള വെള്ളം മൊത്തത്തിൽ അങ്ങനെ ഊറ്റിയെടുത്ത് കളയണം. വെള്ളം ഒട്ടും തന്നെ വേണ്ട കേട്ടോ, കേങ്ങ് വേവിച്ചത് എടുക്കുകയേ വേണ്ട. മൊത്തത്തിൽ ഇതുപോലെ ഉമ്മാമ ഇതുപോലെ അടപ്പെല്ലാം വെച്ചിട്ട് അങ്ങനെ അങ്ങ് ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ബിഗ്നസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഊറ്റിയെടുക്കുക കേട്ടോ, കയ്യിൽ ആവിയൊന്നും കയറാതെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മത്തിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല മത്തി ഇട്ടിട്ടേ വരയുന്നതെന്നുള്ളത്, മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട്, അങ്ങനെ മിക്സ് ആക്കണമൊന്നുമില്ല, മത്തി ഇനി ഇതിൽ നിന്ന് വേവിച്ചെടുക്കട്ടെ. ഇനിയിപ്പോൾ കുക്കർ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല.
ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മത്തീൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. മത്തി മീൻ എല്ലാവർക്കും അറിയില്ല, പെട്ടെന്ന് വേവുന്ന മീനല്ലേ, അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം വന്നു. ഇനിയിപ്പോൾ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഇതിൻ്റെ മുകളിൽ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നല്ലപോലെ തിളച്ചിട്ട് കണ്ടില്ല, മത്തിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മുള്ളുന്നൊക്കെ സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കേങ്ങും മത്തിയും തമ്മിൽ നന്നായിട്ട് ഇടിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ എല്ലാം കൂടി ഒന്ന് ബെൻഡ് ചെയ്തിട്ട് എന്താ പറയുക ഒന്ന് ഉടച്ചെടുക്കണം. നമ്മളെല്ലാം കൂടി ഒരു പേസ്റ്റ് ആവുന്ന പോലെ നമ്മൾ ഇതുപോലെ കുത്തി കുത്തി ഉടച്ചെടുക്കുക കേട്ടോ, കട്ടയൊന്നും ഇല്ലാതെ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരാം. അപ്പോൾ ഇതാ ഉമ്മാമ്മ ഇവിടുന്ന് ഉടക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പില്ലേ, അത് മൊത്തത്തിൽ ഈ ഒരു ടൈമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുലുക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 ഉണ്ട വെളുത്തുള്ളി ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി എടുത്തിട്ടാണ് ചേർക്കുന്നത്. ഓവർ പേസ്റ്റ് ആക്കിയിട്ടോ ചതക്കോ ഒന്നും വേണ്ട, ഒന്ന് അമ്മ കുത്തി എടുത്തിട്ട് ഒന്ന് കുത്തിയെടുക്കുക, എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമ്മളെ കേങ്ങ് റെഡി ആയിട്ടുണ്ട്. ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സായി നല്ലപോലെ തിളച്ചോട്ടെ. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു ടൈമിൽ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിൻ്റെ തിക്ക് ഉണ്ടെന്നുണ്ട്. ഓവർ ടൈറ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ചൂടുവെള്ളം അങ്ങനെ പച്ചവെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആ ഒരു തേങ്ങയുടെ പച്ച ടേസ്റ്റ് അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് കേങ്ങ് മീനിട്ടതായതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ വെക്കുന്തോറും ടൈറ്റ് ആവുന്ന ഒരു ഐറ്റം, അതുകൊണ്ട് അത്യാവശ്യം ലൂസിൽ തന്നെ തിളപ്പിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ പാകത്തിന് കുറച്ചുകൂടി ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഉമ്മാമാവും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് എല്ലാ സൈഡിൽ നിന്ന് ബബിൾസ് വന്ന് തിളച്ചതിന് ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. സിമ്പിളല്ല പരിപാടി. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാതെ ഇത് വലിയ ക്വാണ്ടിറ്റി ചെയ്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ 1 kg വെച്ചിട്ട് അങ്ങനെ 1 kgൻ്റെ അളവിനായിട്ട് അങ്ങനെ ചെയ്തിട്ട് കുറച്ച് അളവിൽ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാ ഉമ്മാമ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഉമ്മാവിൻ്റെ ഏതാണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ഒന്ന് ചൂടാറുമ്പോൾ ഒന്ന് സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോഴത്തേക്കൊന്ന് തിക്കായി വന്നോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേങ്ങ് വരെ ഇത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കേങ്ങ് വരെ ഇത് റെഡിയായി. ഇതാണ് ഏറ്റവും ശരിക്കുള്ള കളറ്. നേരത്തേത് ആ ഒരു ലൈറ്റ് വെളിച്ചം കൊണ്ട് കളറ് ചെറുതായിട്ടൊരു മാറ്റം തോന്നുകയാണ്. അപ്പോൾ ഇതാ നമ്മളിത് ഡിവൈഡെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് നിങ്ങൾ വെച്ചിട്ടുണ്ടാവില്ല എന്താ ഇത്ര ക്വാണ്ടിറ്റി ചെയ്തതെന്നുള്ളത്. നമ്മൾ അത്രയേ ആളുള്ളൂ. നമ്മളിത് 2 വീട്ടിലേക്ക് വേണ്ടുന്ന ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലും അമ്മായിൻ്റെ വീട്ടിലും ഇത് തന്നെയായിരിക്കും കേട്ടോ. സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരിടത്ത് നിന്ന് ഉണ്ടാക്കി 2 ആളും ഷെയർ ചെയ്യലാണ്. അപ്പോൾ നേരെ പകുതി ഇത് അമ്മായിക്ക് വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ്. അമ്മായിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം നമുക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മായി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു കാർണറ വീടുണ്ട് എന്നുള്ളത്. നമ്മൾ ഇതുവരെ നമ്മൾ അൽഹംദുലില്ലാ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകുതി ഷെയർ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ എന്തുണ്ടാക്കി അമ്മായി ഉണ്ടാക്കി നമുക്കും കൊണ്ട് തന്നെ നമ്മൾ ഉള്ളതുപോലെ അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും കൊടുക്കും, അങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴും കഴിക്കില്ല. അപ്പോൾ ഞാനിതാ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് അമ്മായിൻ്റെ ഇത് ഫസ്റ്റ് അങ്ങ് കൊണ്ടുകൊടുക്കാൻ പോലേന്. ഇതാന്നേ അമ്മായി എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളതും കൂടി സെർവ് ചെയ്തിട്ടുണ്ട്, ഉപ്പാക്ക് കൊടുത്തിട്ടുണ്ട്. ലേറ്റായി പോയി കേട്ടോ ഇന്ന് മൊത്തത്തിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജ് നന്നാക്കാൻ വന്നിട്ടില്ലേനോ ആൾ, അതുകൊണ്ട് മൊത്തത്തിൽ ഇന്ന് ഡിലേ ആയിപ്പോയി, നല്ല ലേറ്റ് ആയിന് കേട്ടോ. അപ്പോൾ ഇതാ ഞാനും ഉപ്പയും ഉമ്മ എല്ലാവരും കൂടി കഴിക്കലാന്ന്. പെട്ടെന്ന് തന്നെ പരിപാടി നോക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്